സോ ഇതാണ് റിയൽമിയുടെ പുത്തൻ റിയൽമി GT6ന്റെ ബ്ലാക്ക് ബോക്സ്. ഓക്കെ, ഈ ഫോണിലുള്ള ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഈ ചിപ്സെറ്റ് ആണ് ഇപ്പൊ മിക്ക എല്ലാ ബ്രാൻഡുകളുടെ കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റ്. പോക്കോ F6 വന്നു, ഷവോമി 14CV വന്നു, മോട്ടറോള എഡ്ജ് 50 അൾട്രയിൽ വന്നു, ഇതാ ഇപ്പം ഈ റിയൽമി GT6 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് ഈ ചിപ്സെറ്റുമായി വരുന്ന ഫോൺസിന്റെ ഏറും കളിയുമായിരിക്കും ഫോർ ഷുവർ. ഒരുപാട് ഫോൺസ് വരാൻ പോവുകയാണ്. ഇനി അൺബോക്സിംഗ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്, ഡോക്യുമെന്റ്സ്, നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ കേസ്, 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സോ ഇതാണ് റിയൽമി GT6. ഇതിന് മുൻപ് വന്ന ഫോണായിരുന്നു റിയൽമി GT60. സോ അത് 60, ഇത് 6. ഒരു നോർമൽ കസ്റ്റമർ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിന്റെ മുകളിൽ ഈ രണ്ട് ഫോൺസിന്റെ ഡിസൈനും ഓൾമോസ്റ്റ് സെയിം ആണ്. അതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ഫോണാണ് ഈ റിയൽമി GT6. സോ ഡിസൈനിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാമായിരുന്നു. ഒരു ആവറേജ് ഡിസൈൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിന്റെ ഗ്രീൻ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഓക്കെ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. എന്നാൽ ബാക്ക് നല്ല ഷൈനിയാണ്. ഇത് കണ്ടോ, ഈ പോർഷൻ ഇത് മിറർ പോലെയാണ്, കണ്ണാടി പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയൊരു ഗ്ലോസി സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഈ പൊടിയാണെങ്കിലും സ്ക്രാച്ച് ആണെങ്കിലും ഈസിലി വീഴാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ സജഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള കേസ് ഇട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മില്യൺ എത്തിക്കണം. ലെറ്റ്സ് ഗോ. ഫോണിൻ്റെ പോർട്സും ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ മുകളിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ച് AC-യും TV കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഫോണിൻ്റെ റൈറ്റിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. താഴെ നോക്കുമ്പോൾ സിം ട്രേ ഉണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ SD കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മൈക്ക് ഉണ്ട്, ടൈപ്പ് സി USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. പിന്നെ ഈ ഫോണിൽ NFC-യുടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് ഒക്കെ നല്ലോണം തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 1.5K ആണ് റെസൊല്യൂഷൻ. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, റിയൽമി ഫുൾ HD+ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ എൻ്റെ സജഷൻ ആയിരിക്കും സെറ്റിംഗ്സിൽ കയറിയിട്ട് 1.5K റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഡിസ്പ്ലേയിൽ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ റിയൽമി ഇതിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേയുടെ മേളിൽ പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ഇതിനു വേണ്ടി സ്ക്രീൻ പ്രൊട്ടക്ടർ വാങ്ങിക്കാം. HDR10+ ആൻഡ് ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ് എന്നാണ് റിയൽമി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഈ രണ്ടും കാണുന്നില്ല. പിന്നെ റിയൽമിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു HDR10+ സർട്ടിഫിക്കേഷൻ OTA അപ്ഡേറ്റ് വഴി നെറ്റ്ഫ്ലിക്സിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പോൾ ഇല്ല, പിന്നീട് വരുമോ ഇല്ലയോ ഐ എം നോട്ട് ഷുവർ. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ് എന്തായാലും വരുന്നില്ല. 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കമ്പനികളുടെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് ഈ പീക്ക് ബ്രൈറ്റ്നസ്. ഒക്കെ HBM അല്ലെങ്കിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡലുള്ള ബ്രൈറ്റ്നസ് നോക്കിയാൽ മതി. അതും അത്യാവശ്യം ഉണ്ട് കേട്ടോ. 1600 നിറ്റ്സിന്റെ ആണ് HBM ബ്രൈറ്റ്നസ്. സോ പുറത്ത് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോകുമ്പോൾ നല്ല ക്ലാരിറ്റിയാണ്. ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ആ എക്സ്ട്രാ ബ്രൈറ്റ്നസ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? സോ നിങ്ങൾക്ക് എക്സ്ട്രാ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഈ ഒരു ഫീച്ചർ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. നല്ല സൗണ്ടും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട്. വളരെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. X-ആക്സിസ് ലീനിയർ മോട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമി ഇതിന്റെ ഹാപ്റ്റിക്സ് എല്ലായിടത്തും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ വോളിയം കൂട്ടുമ്പോഴും ആ ഒരു മേളിൽ പോയി തട്ടുമല്ലോ നമ്മുടെ ഈ വോളിയം ബാർ, ആ സമയത്തൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പ്ലസ് ഹാപ്റ്റിക്സിന്റെ ഫീച്ചർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹാപ്റ്റിക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ബഗ്സ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ റിയൽമി പറയുന്നതനുസരിച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ 8T LTPO പാനലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിസ്പ്ലേക്ക് 1 Hz to 120 Hz റിഫ്രഷ് ആവാൻ പറ്റും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ 1 Hz എങ്ങും കിട്ടിയില്ല. യെസ്, നമ്മൾ ഈ ഓട്ടോ സെലക്ട്, അതായത് ഓട്ടോ റിഫ്രഷ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ 60 Hz 90 Hz അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. പക്ഷേ 1 Hz ഞാൻ കണ്ടില്ല ആക്ച്വലി. ഇടയ്ക്ക് എവിടെയോ വെച്ച് കണ്ടായിരുന്നു. പക്ഷേ അത്രയും ഭയങ്കരമായിട്ട് അത് സ്വിച്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഐ തിങ്ക് അപ്ഡേറ്റിലൂടെ കുറച്ചും കൂടി അത് ഓപ്റ്റിമൈസ് ചെയ്യണം. എന്നാൽ നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ്. എല്ലാം കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. അതായത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റ്, LPDDR5X RAM, UFS 4.0 സ്റ്റോറേജ്, എല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവൽ സംഭവമാണ് ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 15 ലക്ഷത്തിന്റെ ഏകദേശം 15 lakhന്റെ AnTuTu സ്കോർ കിട്ടുന്നത്. ഏത് ഗെയിം ഇട്ട് കൊടുത്താലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് BGMI ആണെങ്കിലും COD ആണെങ്കിലും ഗെൻഷിൻ ഇമ്പാക്ട് ആണെങ്കിലും എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. BGMIയിൽ ഇപ്പം ഈയിടെയായിട്ട് പുതിയൊരു എക്സ്ട്രീം പ്ലസിന്റെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് 90 FPS അല്ല, എന്നാൽ 60 അല്ല, 60യുടെ മേളിലാണ് കിട്ടുന്നത്. ഇടയ്ക്കൊക്കെ 90 FPS കിട്ടുന്നുണ്ട്. ഒരു 1-2 ഗെയിമൊക്കെ 90 FPS കിട്ടുന്നുണ്ട്. അതിനുശേഷം അത് കുറഞ്ഞിട്ട് 70-75 FPS വരെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇവൻ ജൈറോ പെർഫോമൻസും നല്ലതാണ്, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഗെയിമിംഗ് മാത്രമല്ല കേട്ടോ, ഇത്രയും പവർ
പവർഫുൾ റാം, റോം, പിന്നെ നമ്മുടെ ചിപ്സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈവൻ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും 4K ഔട്ട് ആണെങ്കിലും അതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തു തരുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് പാക്കേജ് എന്ന് പറയാൻ പറ്റും. ഗെയിമിങ്ങിൻ്റെ സമയത്ത് ഓവർ ഹീറ്റിംഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. യെസ്, ചെറിയൊരു ചൂട് എന്തായാലും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഗെയിമിംഗ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂട് എന്തായാലും ഫീൽ ആവും. പക്ഷേ അങ്ങനെ പെർഫോമൻസിൽ ഇഷ്യൂ ഒന്നുമില്ല, ഓവർ ഹീറ്റിംഗ് അങ്ങനെയൊന്നുമില്ല. യെസ്, പുറത്ത് കൊണ്ടുപോയപ്പോൾ, അതായത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഫോൺ പുറത്ത് കൊണ്ടുപോയപ്പോൾ ചെറിയൊരു ചൂട് ഞാനിവിടെ ഫീൽ ചെയ്തു. ഈ ഏരിയയിൽ ചെറിയൊരു ചൂട് ഞാൻ ഫീൽ ചെയ്തു. എന്നാൽ ഈ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വലിയ സൈസുള്ള വേപ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ഉണ്ട് വിത്ത് ലേറ്റസ്റ്റ് റിയൽമി UI. ബ്ലോട്ട് വേവ്സ് കുറവാണ് കേട്ടോ. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഈയിടെ റിയൽമി ലോഞ്ച് ചെയ്ത മിഡ് റേഞ്ച് ഫോൺസ് ഉണ്ടല്ലോ, അതായത് റിയൽമി 12 സീരീസ്, ഇഷ്ടം പോലെ ബ്ലോട്ട് വേവ്സ് ആയിരുന്നു എല്ലാ ഫോൺസിലും. ഓക്കെ, പക്ഷേ ഇവിടെ ബ്ലോട്ട് വേവ്സ് കുറവാണ്. ഒരുപക്ഷെ GT സീരീസ് ആയതുകൊണ്ടാവാം. ഇനി അങ്ങോട്ട് അപ്ഡേറ്റിലൂടെ ഈ ബ്ലോട്ട് വേവ്സ് തന്നുകൂടാന്നില്ല. സോ അറ്റ്ലീസ്റ്റ് ഇപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് ബ്ലോട്ട് വേവ്സ് ഇല്ലെന്ന് പറയാൻ പറ്റും. വളരെ കുറവ്, 1-2 ബ്ലോട്ട് വേവ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഓക്കെ, സോ അതായത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഗ്സും കാര്യങ്ങളൊന്നുമില്ല. ഈ ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ആപ്പ് ക്ലോസിംഗ് ആണെങ്കിലും ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, വളരെ നല്ലോണം തന്നെ റിയൽമി ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ റിയൽമി അല്ല, കളർ OS എന്ന് പറയാൻ പറ്റും. ഈവൻ സെറ്റിംഗ്സിൽ കയറി നോക്കിയാൽ മതി, കണ്ടില്ലേ, കളർ OS ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മാത്രമല്ല, ഈവൻ OnePlus, Oppo, ഈ 3 ബ്രാൻഡുകളും കളർ OS ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. 5500 mAh ഒരു യമണ്ടൻ ബാറ്ററിയാണ് ഇട്ട് തന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ആ ഒരു എക്സ്ട്രാ 10% ഉണ്ടല്ലോ, 500 mAh എക്സ്ട്രാ തന്നിരിക്കുന്നത്. കാരണം നോർമലി ഈ പ്രൈസിൽ 5000 mAh ആണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ രാത്രി ഐഡൽ ഡ്രെയിൻ ഉണ്ടല്ലോ, വെറുതെ വെച്ചിരിക്കുമ്പോൾ പോകുന്ന ബാറ്ററി, ഐഡൽ ഡ്രെയിൻ, അത് 5G ഓൺ ചെയ്ത് വെച്ചപ്പോൾ 10% ആണ് പോയത്. എന്നാൽ അടുത്ത രാത്രി 5G ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ഓൾമോസ്റ്റ് 0% ആണ് പോയത്. സോ ഈ 5G ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ലോണം ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഏകദേശം 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. സോ തീർച്ചയായിട്ടും റിയൽമി അവരുടെ ബാറ്ററിയുടെ ഈ ഒരു കൺസെപ്ഷൻ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഓപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. എനിവേ 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ വൂക്ക് ചാർജറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 5500 mAh ബാറ്ററി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് 10 മിനിറ്റ് കൊണ്ട് 50% വരെ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് വെരി നൈസ്. ഈ ഫോണിൽ കണ്ടില്ലേ, 3 ക്യാമറാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറയാണ് 50 മെഗാ പിക്സലിന്റെ സോണിന്റെ ലിറ്റിയ സെൻസർ ഉള്ള മെയിൻ ക്യാമറ, OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്യാമറയാണ് 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറ. മൂന്നാമത്തെ ക്യാമറയാണ് 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 3x ടെലിഫോട്ടോ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ റീസെന്റ് മോട്ടോറോള ലോഞ്ച് ചെയ്ത H50 Pro ഉണ്ടല്ലോ, 30,000 രൂപയുടെ താഴെയുള്ള ഫോണാണ്, അവിടെ 3x ടെലിഫോട്ടോ ഉണ്ട്. ഈവൻ റിയൽമിയുടെ തന്നെ റിയൽമി 12 Pro പ്ലസിൽ അതും 30,000 താഴെയാണ് വരുന്നത്, അവിടെയും 3x കൊടുത്തിട്ടുണ്ട്. 3x ഉണ്ടെങ്കിൽ ആ ഒരു നമുക്ക് ഈ ഒരു കുറച്ചെങ്കിലും ഈ ഒരു ക്ലോസപ്പ് പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. എനിവേ ഇവിടെ 2x പോർട്രേറ്റ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് ഭയങ്കര കളർഫുൾ ഫോട്ടോസ് ആണ്. ഈ പച്ചപ്പും പിന്നെ ഈ റെഡ് ഒക്കെ ഉണ്ടല്ലോ, സ്പെഷ്യലി റെഡ് ഒക്കെ ഇങ്ങനെ കത്തി കിടക്കും. ഓക്കെ, ആ ഒരു വാം ടോൺ ഉള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഓപ്പോയുടെ ക്യാമറ പ്രോസസ്സിംഗ് അല്ലേ, ഈ കുറച്ച് ഭയങ്കര ബ്രൈറ്റും പിന്നെ ഈ കളർഫുൾ, അങ്ങനത്തെ ഒരു ക്യാമറ പ്രോസസ്സിംഗ് ആണ് എനിക്കിവിടെ കിട്ടിയത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ 1x 2x ആൻഡ് 4x ഈ 3 സൂം സെറ്റിംഗ്സിൽ നോർമൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. 1x മെയിൻ ക്യാമറ വെച്ചാണ്, 2x ഈ ടെലിഫോട്ടോ വെച്ചാണ്, ഈവൻ 4x ആണെങ്കിലും അതും ടെലിഫോട്ടോ വെച്ചാണ് എടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈവൻ 4xലും അത്യാവശ്യം ഡീറ്റെയിൽസ്, പ്രത്യേകിച്ചും ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ 1x ആൻഡ് 2x ആണ് 2 സൂം ഓപ്ഷൻസ്. എച്ച് ഡിറക്ഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് പരത്തി വെച്ചിരിക്കുകയാണ്. ഭയങ്കര സ്മൂത്ത്നെസ്, ഇങ്ങനെ സ്കിൻ സ്മൂത്തനിങ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂടുതലാണ്. സോ എൻ്റെ സജഷൻ ആയിരിക്കും ഇവിടെ പോയിട്ട് കണ്ടില്ലേ ആ ഒരു സ്കിൻ സ്മൂത്തനിങ് അതങ്ങ് 0 ആക്കിയേക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ജിൽ അതായത് ഈ മൈദ മാവ് പോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അതിന് കൂട്ടാൻ പറ്റും. എനിക്കത് ഇഷ്ടമല്ല. ഓക്കെ, കാരണം ഞാൻ കാണിച്ചു തരാം. ലെഫ്റ്റിൽ കണ്ടില്ല, ലെഫ്റ്റിലാണ് സ്കിൻ സ്മൂത്തനിങ് സഹിതമുള്ള ഫോട്ടോ, റൈറ്റിലാണ് സ്കിൻ സ്മൂത്തനിങ് 0 ആക്കിയിട്ടുള്ള ഫോട്ടോ. സോ റൈറ്റിൽ ക്ലിയർലി ആ ഒരു സ്കിൻ ടോൺ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. 32 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസ് കാണാം. ഡീറ്റെയിൽസും സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. ഇവിടെയും ആ ഒരു സംഭവം ഉണ്ട്, അതായത് ചെറിയ രീതിയിലുള്ള സ്കിൻ സ്മൂത്തനിങ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കാം. ഓക്കെ, പക്ഷേ ബാക്കി എഡ്ജ് ഡിറ്റക്ഷൻ ബ്ലറൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇതിന്റെ 2x പോർട്രേറ്റ് ക്യാമറ AI ബേസ്ഡ് നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നിങ്ങൾക്ക് 4K ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് നൈസ്. ഫ്രണ്ടിലും 4K കൊടുത്തിട്ടുണ്ട്. സെൽഫി വീഡിയോയുടെ പെർഫോമൻസ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് അങ്ങനെ കളേഴ്സ് ഒക്കെ കുറച്ച് കുറവാണ്, ഒരു വാഷ്ഡ് ഔട്ട് ഫീൽ ആണ് കിട്ടുന്നത് സെൽഫിയിൽ. പക്ഷേ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസിന്റെ ക്വാളിറ്റിയും കളേഴ്സ് ഒക്കെ എനിക്ക് നൈസ് ആയിട്ട് തോന്നി, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ
പറയുകയാണെങ്കിൽ രണ്ടിലും നിങ്ങൾക്ക് 4K കണ്ടില്ലേ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ കുലുക്കമില്ലാത്ത വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരാഴ്ചത്തെ യൂസിൽ നെറ്റ്വർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ 5G റിസപ്ഷൻ, കോൾ ക്വാളിറ്റി അതിലൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. പക്ക പെർഫോമൻസ് ആണ് കിട്ടിയത്. സോ ഈ റിയൽമി GT6ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 40,999 രൂപ. ഇനീഷ്യൽ ലോഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 35,999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പ്രൈസ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. നോർമലി റിയൽമി കുറച്ചും കൂടി അഗ്രസീവ് പ്രൈസിംഗിലാണ് ഫോൺസ് ഇറക്കുന്നത്. ഇതേ ചിപ്സെറ്റ് ഉള്ള പോക്കോ F6 കിടപ്പുണ്ട് 30 രൂപയുടെ താഴെ. എന്നാൽ അത് അവിടെ ടെലിഫോട്ടോ ക്യാമറ ഒന്നും വരുന്നില്ല. ഇവിടെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് 30,000 താഴെ കിട്ടുന്നുണ്ട്. റിയൽമിയുടെ ഫോൺ തന്നെയുണ്ട്, അല്ലെങ്കിൽ മോട്ടോ H50 Pro ഒക്കെ ഉണ്ട്. എനിവേ ഈ ഒരു ഫോണിൽ റിയൽമി മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബിൽഡ് ആൻഡ് ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, കുറച്ചും കൂടി പ്രീമിയം ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കി കാര്യങ്ങളൊക്കെ റിയൽമി അത്യാവശ്യം നല്ലോണം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു പാക്കേജ് തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് 30,000 റുപ്പീസിന് താഴെ ഇതേ ചിപ്സെറ്റ് ഉള്ള പോക്കോ F6ന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ Tek സൈനിങ് ഓഫ്. ഗുഡ് ബൈ.